ടിഷ്യൂ ഫാബ്രിക്കിനകത്തേക്ക് ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റും അതിന്റെ കൂടെ തന്നെ ഒരു ജെറിയിലുള്ള ബുട്ടയും കൂടെ വന്നിരുന്നാൽ നമുക്കൊരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാവുന്ന ഒരു ഗൗൺ പോലത്തെ ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സ്റ്റൈലിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഞാനിത് വെയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതൊരു പ്രീമിയം റേഞ്ചിലേക്ക് വരുന്നു. പ്രൈസ് വന്നിരിക്കുന്നത് 264 ആണ്, 264 രൂപയാണ്. ഒരു സെയിം ഡിസൈനിന്റെ തന്നെ 3 കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു കോഫി ആ ഒരു കളറിലേക്ക്, ലൈറ്റ് ആയിട്ടുള്ള കളറിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റ് എപ്പോഴും കോട്ടണിലൊക്കെയാണല്ലോ കൊണ്ടുവരാറ്. ഇത് ടിഷ്യൂ ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അതിനകത്ത് തന്നെ ജെറിയിലുള്ള ഒരു വീവിങ്, അത് ചെറിയൊരു ബുട്ട പോലെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇൻസൈഡ് കാണിച്ചു തരാം. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഈ ഒരു വീവിങ് ആണ് കേട്ടോ, പ്രിന്റ് അല്ല, ആ ഒരു സ്റ്റൈലിലേക്ക് പോകുന്നു. ബാത്തിക് പ്രിന്റ് ഒക്കെ എപ്പോഴും ഓൾ ടൈം ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു പാറ്റേണിലേക്ക് അത് വന്നിരിക്കുന്നത്, ഗ്ലോസി ഫിനിഷിലേക്ക് കേട്ടോ. നെക്സ്റ്റ് ഗ്രീൻ കളറാണ്, സെയിം പ്രിന്റ് തന്നെയാണ്, ഗ്രീൻ കളറിലേക്ക് വന്നിരിക്കുന്നു. എല്ലാം തന്നെ നല്ലൊരു പാർട്ടിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇത് ഇങ്ങനെ ഇരിക്കും നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് എന്താ പറയുന്നത്, ഇതിന് ഒരു ഓറഞ്ചിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയില്ല, ആ ഒരു കളറിലേക്ക് പോകുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ. ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. 264 രൂപയിൽ 44 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.